ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ഭരണം, സംവിധാനം, കേരള ഗവർണൻസ്, ക്ലാസ് 11, വിവരാവകാശ നിയമവും കമ്മീഷനുകളും. കേന്ദ്ര ഗവൺമെന്റിന് കീഴിലുള്ള പൊതു അധികാര സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ നിയന്ത്രണ ചുമതല ആർക്കാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷനാണ്. സംസ്ഥാന ഗവൺമെന്റിന് കീഴിലുള്ള പൊതു അധികാര സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ നിയന്ത്രണ ചുമതല സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ്. ഓക്കെ. വിവരാവകാശ നിയമം 2005, ആക്ട് നമ്പർ 2022 ഓഫ് 2005, സെക്ഷൻ 12(1), കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12. സെക്ഷൻ 15(1), സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം 2005 ഡിസംബർ 19, ഗസറ്റ് വിജ്ഞാപനം 2005 ഡിസംബർ 21 ആദ്യ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. സ്റ്റാറ്റസ്: കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡി, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരള സ്റ്റാറ്റ്യൂട്ടറി. ഓക്കെ, രണ്ടും സ്റ്റാറ്റ്യൂട്ടറി ബോഡിയും അതുപോലെ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനവുമാണ്. അടുത്തത് വിവരാവകാശ കമ്മീഷന്റെ ചുമതലകൾ. വിവരാവകാശം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, രണ്ടാം അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുക, വിവരാവകാശാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുക, വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തുക, വിവരാവകാശ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം. ഓക്കെ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ CIC ഭവൻ, ന്യൂഡൽഹി. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം, തിരുവനന്തപുരത്താണ്. നിയമനം, നീക്കം ചെയ്യൽ, രാജി സമർപ്പിക്കൽ, സത്യപ്രതിജ്ഞ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രസിഡന്റ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം, ഗവർണർ. ഓക്കെ, നിയമനം. അതുപോലെ രാജി സമർപ്പിക്കൽ, സത്യപ്രതിജ്ഞ, നീക്കം ചെയ്യൽ, ഗവർണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ പ്രസിഡന്റ്. സെലക്ഷൻ കമ്മിറ്റി, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ആരൊക്കെയാണ് സെലക്ഷൻ കമ്മിറ്റി ഉള്ളത്? പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, സെലക്ഷൻ കമ്മിറ്റി. ഓക്കെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രി, സെലക്ഷൻ കമ്മിറ്റി. അടുത്ത കാലാവധി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം. കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിക്കുന്ന കാലാവധി 65 വയസ്സ്. നിലവിൽ കേന്ദ്ര തീരുമാനം 3 വർഷം ഓർ 65 വർഷം, 65 വയസ്സ്. വിവരാവകാശ കമ്മീഷണർക്ക് പുനർനിയമനം സാധ്യമോ? വിവരാവകാശ കമ്മീഷണർക്ക് പുനർനിയമനം സാധ്യമോ? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് കാലാവധിക്ക് ശേഷം പുനർനിയമനം നൽകാൻ പാടില്ല. വിവരാവകാശ കമ്മീഷണർക്ക് പുനർനിയമനം സാധ്യമോ? മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് കാലാവധിക്ക് ശേഷം പുനർനിയമനം നൽകാൻ പാടില്ല. വിവരാവകാശ കമ്മീഷണർമാരെ സംബന്ധിച്ച് വിവരാവകാശ കമ്മീഷണറായി പുനർനിയമനം സാധ്യമല്ല. എന്നാൽ നിർദ്ദിഷ്ട കാലാവധിക്കിടയിൽ അവരെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമനം നൽകുന്നതിന് തടസ്സമില്ല. അംഗസംഖ്യ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുഖ്യ ഇൻഫോർമേഷൻ ഓഫീസറും 10-ൽ കൂടാത്ത ഇൻഫോർമേഷൻ കമ്മീഷണർമാരും. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം 6 മുഖ്യ വിവരാവകാശ കമ്മീഷണറും 5 വിവരാവകാശ കമ്മീഷണർമാരും. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം, മോട്ടോ എന്താണ്? വിശ്വസ്തം. സുതാര്യം, വിശ്വസ്തം. ട്രാൻസ്പെറന്റ് ആൻഡ് ലോയൽ. ഓക്കെ. ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, ഫസ്റ്റ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം, പാലാട്ട് മോഹൻദാസ്. അടുത്തത് മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്, YK സിൻഹ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ. ഓക്കെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കേരളം വിശ്വാസ് മേത്ത. ലിസ്റ്റ് ഓഫ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണേഴ്സ് ഇൻ കേരള.
പാലാട്ട് മോഹൻദാസ് IAS റിട്ടയർഡ് ആണ്. 21/12/2005 ടു 1/10/2010. സിബി മാത്യൂസ് IPS 2023/4/2011 ടു 23/4/2016 വരെ. വിൻസെന്റ് M പോൾ IPS 6/5/2016 ടു 21/11/2020. വിശ്വാസ് മേത്ത IAS 2021 ഫെബ്രുവരി 1 മുതൽ ഇപ്പോഴൊക്കെ കണ്ടിന്യൂ ചെയ്യാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരാ? ഗവർണറാണ്. ഗവർണർ സുപ്രീം കോടതിയിലേക്ക് റഫറൻസ് നടത്തുകയും അപ്രകാരം നീക്കം ചെയ്യപ്പെടേണ്ടതാണെന്ന റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിക്കുകയും ചെയ്താൽ തെളിയിക്കപ്പെട്ട പെരുമാറ്റ ദൂഷ്യത്തിന്റെയോ കഴിവുകേടിന്റെയോ അടിസ്ഥാനത്തിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയോ വിവരാവകാശ കമ്മീഷണർമാരെയോ നീക്കം ചെയ്യാൻ ഗവർണർക്ക് കഴിയും. സെക്ഷൻ 17(1) വിവരാവകാശ നിയമം ഭേദഗതി 2019. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനിക്കാം. കേന്ദ്ര തീരുമാന പ്രകാരം ഇപ്പോൾ 3 വർഷം ഓർ 65 വയസ്സ്. ഓക്കെ. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളം കേന്ദ്ര തീരുമാനമാണ്. ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തർപ്രദേശ്. വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളുടെ സാധുത പരിശോധിക്കുക. 2ഉം 3ഉം ശരിയാണ്. ഒരു നിയമ സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. ഒരു കോസി ജുഡീഷ്യൽ സ്ഥാപനമാണ്. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെറ്റാണ്, ഭരണഘടനാ സ്ഥാപനമല്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും തിരഞ്ഞെടുക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമല്ലാത്തതാരെ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പൊ അംഗങ്ങൾ ഏതൊക്കെയാ? ഇന്ത്യൻ പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു മന്ത്രിയും അടങ്ങുന്ന സമിതിയുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരെ നിയമിക്കുന്നത്. അടുത്തത് വിവരാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? 1ാം അപ്പീലിൽ തീർപ്പ് കൽപ്പിക്കുക. തെറ്റാണ്. വിവരാവകാശ കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് 2ാം അപ്പീലിനാണ്. അപ്പൊ ശരിയായിട്ടുള്ളതൊക്കെ വിവരാവകാശം സംബന്ധിക്കുന്ന പരാതികളിൽ അന്വേഷണം നടത്തുക. ചുമതലകളാണ് വിവരാവകാശ കമ്മീഷന്റെ ചുമതലകൾ. വിവരാവകാശം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പിഴ ചുമത്തുക. വിവരാവകാശാർത്ഥികൾക്ക് നഷ്ടപരിഹാരം നൽകുക. വിവരാവകാശ അപേക്ഷകളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കുക. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. സംസ്ഥാനത്ത് നിയമിക്കുന്ന മുഖ്യ വിവരാവകാശ കമ്മീഷണറെ കാലാവധിക്ക് ശേഷം പുനർനിയമനം നടത്തുവാൻ സാധ്യമല്ല. ശരി. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. കേരളത്തിന്റെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിംഗ്. വി വിൽ സീ നെക്സ്റ്റ് വീഡിയോ. ബൈ.